നമസ്കാരം. മഹാസമുദ്രങ്ങളിൽ ഏറ്റവും വലുതാണ് ശാന്തമഹാസമുദ്രം അഥവാ പസഫിക് മഹാസമുദ്രം. ഭൂമിയുടെ മൊത്തം ജലത്തിൻ്റെ 46% പസഫിക് സമുദ്രമാണ് ഉൾക്കൊള്ളുന്നത്. ഭൂഗോളത്തിൻ്റെ 1/3 ഭാഗത്തോളം ഇത് വ്യാപിച്ചു കിടക്കുന്നു. മഹാസമുദ്രങ്ങളിൽ ഏറ്റവും ആഴമേറിയ സമുദ്രമാണ് പസഫിക്. ഒരു ത്രികോണ ആകൃതിയാണ് ഈ സമുദ്രത്തിനുള്ളത്. വടക്കേ അറ്റം ആർട്ടിക്കും, പടിഞ്ഞാറ് ഭാഗത്ത് ഏഷ്യ, ഓസ്ട്രേലിയ വൻകരകളും, കിഴക്ക് ഭാഗത്ത് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക വൻകരകളും, തെക്ക് ഭാഗത്ത് അന്റാർട്ടിക്കയും സ്ഥിതി ചെയ്യുന്നു. ശരാശരി 4500 മീറ്ററിലധികം ആഴം ഈ സമുദ്രത്തിനുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിലെ ശാന്തമാക്കുന്ന എന്നർത്ഥമുള്ള പാസിഫൈ എന്ന പദത്തിൽ നിന്നാണ് പസഫിക് എന്ന പേര് ഉരുത്തിരിഞ്ഞു വന്നത് എന്നൊരു വാദമുണ്ട്. മറ്റൊരു വാദം പോർച്ചുഗീസ് സമുദ്ര പര്യവേക്ഷകനും നാവികനുമായിരുന്ന ഫെർഡിനാൻഡ് മഗല്ലനാണ് ആ പേര് നൽകിയത് എന്നാണ്. ശാന്തസമുദ്രം എന്നർത്ഥം വരുന്ന മാരെ പസഫിക്കും എന്ന ലത്തീൻ വാക്കിൽ നിന്നാണ് പസഫിക് സമുദ്രം എന്ന പേര് ഉണ്ടാക്കിയത്രേ. ഫിലിപ്പൈൻസ് വരെയുള്ള തൻ്റെ യാത്രക്കിടയിൽ കടൽ ക്ഷോഭിക്കാതിരുന്നതിനാലാണ് മഗല്ലൻ ശാന്തസമുദ്രം എന്ന പേര് ആ സമുദ്രത്തിന് നൽകിയത്. അറബികൾ പസഫിക് സമുദ്രത്തെ ബഹ്റൈഖൈൽ എന്നാണ് വിളിച്ചിരുന്നത്. പസഫിക് സമുദ്രം പൊതുവെ ശാന്തമായി നിലകൊള്ളാറുണ്ട് എങ്കിലും എപ്പോഴും ശാന്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഉള്ളിൽ ഭീകരത ഒളിപ്പിച്ചു വെച്ച ഒരു യക്ഷിയെപ്പോലെ. കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും പലപ്പോഴും പസഫിക്കിൽ രൂപപ്പെടാറുണ്ട്. ശാന്തസമുദ്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ അഗ്നിപർവ്വതങ്ങൾ ധാരാളമായുണ്ട്. സമുദ്രാടിത്തട്ടുകളെ പിടിച്ചു കുലുക്കുന്ന വമ്പൻ ഭൂചലനങ്ങളും സുനാമികളും ഇവിടെ സാധാരണമാണ്. 2004 തെക്കനേഷ്യൻ രാജ്യങ്ങളിൽ വൻ നാശം വിതച്ച സുനാമിയുടെ പ്രഭവ കേന്ദ്രവും പസഫിക് മഹാസമുദ്രത്തിലായിരുന്നു. അതിസുന്ദരവും ദുരൂഹത നിറഞ്ഞതുമായ നിരവധി ദ്വീപുകൾ പസഫിക് സമുദ്രത്തിലുണ്ട്. അതിലൊരു ദ്വീപാണ് പാൽമിറ ദ്വീപ്. ഈ ദ്വീപിനെ ആദ്യമായി കണ്ടെത്തിയത് അമേരിക്കൻ നാവികനായ എഡ്മണ്ട് ഫാനിങ് ആയിരുന്നു. ഏഷ്യയിലേക്ക് പോകുന്ന ബെറ്റ്സി എന്നു പേരുള്ള കപ്പലിലെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം. ക്യാപ്റ്റൻ ഫാനിങ് കപ്പൽ യാത്രക്കിടെ ഒരു രാത്രി വളരെ വിചിത്രമായ ഒരു ദ്വീപ് സ്വപ്നം കണ്ടു. കപ്പൽ ആ ദ്വീപിലിടിച്ച് തകരുന്നതായാണ് സ്വപ്നം കണ്ടത്. ഉടൻ തന്നെ ക്യാപ്റ്റൻ ഞെട്ടലോടെ എഴുന്നേറ്റു. അപ്പോഴേക്കും നേരം പുലരാറായിരുന്നു. ഉണർന്ന് അദ്ദേഹം പുറത്തേക്ക് നോക്കിയപ്പോൾ സ്വപ്നം സത്യമായതുപോലെ ദേ മുന്നിൽ ഒരു ദ്വീപ്. മുന്നേ പരിചയമില്ലാത്ത സമുദ്ര മാപ്പിൽ ഇതുവരെ ഇല്ലാത്ത ഒരിടം. ക്യാപ്റ്റൻ തൻ്റെ സ്വപ്നത്തെ ദൈവത്തിൻ്റെ മുന്നറിയിപ്പായി കണ്ടു. അതിനൊരു കാരണമുണ്ട്. എന്തെന്നാൽ ഈ ദ്വീപ് കോറൽ അറ്റോൾ ആയിരുന്നു. ഇത് ഒരു മോതിരമാകൃതിയിലുള്ള പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ഒരു ദ്വീപാണ്. മിക്കവാറും ഈ ദ്വീപിനകത്തേക്ക് കടക്കാൻ ചെറിയ ലഗൂൺ ആയിരിക്കും ഉണ്ടായിരിക്കുക. പുറമേ പരുക്കമായ പവിഴപ്പുറ്റുകളും കടൽപ്പായലുകളും നിറഞ്ഞിരിക്കും. ചുരുക്കി പറഞ്ഞാൽ കപ്പലുകൾക്ക് കരയോടടുക്കുവാൻ വഴികളില്ല. അതുകൊണ്ട് തന്നെ പല കപ്പലുകളും ഇതിലിടിച്ച് തകർന്ന് തരിപ്പണമാകാറാണ് പതിവ്. തലനാരിഴയ്ക്കാണ് അന്ന് ബെറ്റ്സി രക്ഷപ്പെട്ടത്. സാധാരണ ഒരു ദ്വീപ് കണ്ടുപിടിച്ചാൽ നാവികൻ അത് റിപ്പോർട്ട് ചെയ്യുകയും പിന്നീട് ആ വ്യക്തിയുടെ പേരിൽ ആ സ്ഥലം അറിയപ്പെടുകയും ചെയ്യും. എന്നാൽ ഫാനിങ് അത് രേഖപ്പെടുത്തിയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ദ്വീപ് അവിടെ ഉള്ളതായി ആർക്കും അറിയാനും സാധിച്ചില്ല. ഏതാനും വർഷങ്ങൾക്കു ശേഷം 1802 ക്യാപ്റ്റൻ സ്വേലിൻ്റെ കപ്പലായ പാൽമിറ ഈ അറ്റോളിൽ എത്തപ്പെടുകയും ഇടിച്ച് തകരുകയും ചെയ്തു. ആ കപ്പലിൻ്റെ പേരാണ് പിന്നീട് ഈ ദ്വീപിന് കിട്ടിയത്. 1816 വേറൊരു സംഭവം ഇവിടെ നടന്നു. പെറുവിൽ നിന്ന് വന്ന എസ്പെറൻസ എന്ന കപ്പൽ ഇതിലിടിച്ച് തകർന്നു. ഈ കപ്പലിൽ നിറയെ കൊള്ള മുതലുകളായിരുന്നു. നിധി നിറച്ച കപ്പലായിരുന്നു അത്. ഈ കപ്പൽ കടൽ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ടു. 2 നാവികരെ അവർ തടവിലാക്കി. കപ്പലിലെ നിധി ഒരു പരിധിവരെ ഈ ദ്വീപിൽ എത്തിക്കുകയും ഈ കൊള്ളക്കാർ ഏകദേശം 4 വർഷത്തോളം ഈ ദ്വീപിൽ ചെലവഴിക്കുകയും ചെയ്തു. ഈ ദ്വീപ് സത്യത്തിൽ താമസയോഗ്യമായിരുന്നില്ല. പട്ടിണിയായതോടെ അവർ തന്നെ രൂപകൽപ്പന ചെയ്ത 2 താൽക്കാലിക റാഫ്റ്റിൽ പാൽമിറയിൽ നിന്നും യാത്ര തിരിക്കുവാൻ അവർ തീരുമാനിക്കുന്നു. പുറപ്പെടുന്നതിന് മുൻപായി അവർ നിധിയുടെ നല്ലൊരു ഭാഗം അവർക്ക് മാത്രം അറിയുന്ന ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു. പിന്നീട് വന്നെടുക്കാമെന്ന തീരുമാനത്തിലായിരുന്നു അത്. കുറച്ച് അവർ കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. ആദ്യ റാഫ്റ്റിൽ കൊള്ളക്കാരുടെ സംഘം രക്ഷപ്പെട്ടു. എന്നാൽ എസ്പെറൻസയിലെ തടവിലാക്കപ്പെട്ട 2 നാവികർ മാത്രം ദ്വീപിൽ അവശേഷിച്ചു. അവരും പിന്നീട് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ബോട്ടിൽ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ആദ്യം പോയ റാഫ്റ്റിന് പിന്നീട് എന്ത് സംഭവിച്ചുവെന്നോ അതിലുണ്ടായിരുന്നവർ എവിടേക്ക് മറഞ്ഞുവെന്നോ ആർക്കും ഇന്ന് വരെയും അറിയില്ല. രണ്ടാമത് പോയ ഈ 2 പേരടങ്ങിയ റാഫ്റ്റ് അതുവഴി പോയ ഒരു കപ്പൽ കാണുകയും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അതിലൊരാൾ കപ്പലിൽ വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. രക്ഷപ്പെട്ട മറ്റേ നാവികനിൽ നിന്നാണ് ഈ വിവരങ്ങൾ പുറം ലോകം അറിഞ്ഞത്. ഈ നിധികഥ കേട്ട് പിന്നീട് അവിടെ ഒരുപാട് പേർ എത്തി. എന്നാൽ പലരും പിന്നീട് തിരിച്ചു വന്നില്ല.
നാവികൻ പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് പോയവർക്ക് നിധി കണ്ടെത്താൻ സാധിച്ചില്ല. ആ നിധിക്ക് എന്തു സംഭവിച്ചു, ഇപ്പോൾ അതവിടെ ഉണ്ടോ ഇല്ലയോ, അത് എങ്ങോട്ട് ആര് മാറ്റി എന്നൊന്നും ആർക്കും ഇന്നും അറിയില്ല. പാൽമിറ ശാപം പിടിച്ച പൈശാചിക ദ്വീപായി വിശ്വസിക്കപ്പെട്ടു. അതിനെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന കൊലപാതകങ്ങളും അവിടെ നടന്നു. പാൽമിറയുടെ തീരത്ത് നിർഭാഗ്യകരമായ ചില സംഭവങ്ങൾ നടന്നു. അതിനെ തുടർന്ന് അതൊരു പൈശാചികത്വം നിറഞ്ഞ ദ്വീപായി പലരും കാണാൻ തുടങ്ങി. 1870 ഏഞ്ചൽ എന്ന കപ്പൽ ഇതിലിടിച്ച് തകരുകയുണ്ടായി. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ കരയിൽ എത്തിച്ചേർന്നെങ്കിലും ക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അവരുടെ മൃതദേഹങ്ങൾ ഏതാനും മാസങ്ങൾക്കു ശേഷം ദ്വീപിനരികിൽ നിന്ന് കണ്ടെത്തി. എന്നാൽ ഇന്നുവരെയും ഏഞ്ചൽ നാവികരെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ആരാണെന്നോ എന്തിനാണെന്നോ ആർക്കും അറിയില്ല. 19-ാം നൂറ്റാണ്ടിൽ ദ്വീപിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി കടുത്ത നിയമ പോരാട്ടങ്ങൾ നടന്നു. അമേരിക്കൻ ഐക്യനാടുകൾക്ക് ഉടമസ്ഥാവകാശം നൽകുന്നതിന് മുൻപ് അറ്റോൾ നിരവധി കൈകളിലൂടെ കടന്നുപോയി. 2-ാം ലോക മഹായുദ്ധ സമയത്ത് US നാവികസേന ഈ ദ്വീപ് കൈവശപ്പെടുത്തി. എന്നാലും പാൽമിറയിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. പാൽമിറയിൽ വിചിത്രവും വിവരണാതീതവുമായ നിരവധി സംഭവങ്ങളും തുടർന്നു. ഒരു പെട്രോളിംഗ് വിമാനം ദ്വീപിലൂടെ കടന്നു പോകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആകാശത്ത് നിന്നും താഴേക്ക് വീണു. ചുറ്റുമുള്ള സമുദ്രത്തിൽ നിന്ന് രക്ഷാപ്രവർത്തന സംഘങ്ങൾക്ക് ഒന്നും വീണ്ടെടുക്കാൻ സാധിച്ചില്ല. ഒരു വിമാനത്തിന്റെ സൂചനകളോ ഒരു ക്രൂ അംഗത്തെയോ കണ്ടെത്താനായില്ല. കൊലപാതകങ്ങളും സംശയാസ്പദമായ നിരവധി ആത്മഹത്യകളും പിന്നീടുണ്ടായി. അതിൽ ഏറ്റവും പ്രസിദ്ധമായ കൊലപാതകം മാൽക്കത്തിൻ്റെയും എലനോർ എബ്രഹാമിൻ്റെയുമായിരുന്നു. ദമ്പതികളായിരുന്ന മിസ്റ്റർ ആൻഡ് മിസ്സിസ് എബ്രഹാം തങ്ങളുടെ ബോട്ടായ സീ വിൻഡിൽ ലോകം ചുറ്റാൻ ഇറങ്ങി പുറപ്പെട്ടു. പാൽമിറയെ ചുറ്റിപ്പറ്റിയുള്ള കഥകളിൽ ആകൃഷ്ടരായ അവർ ഏതാനും വർഷങ്ങൾ പാൽമിറയിൽ താമസിക്കാൻ പദ്ധതിയിട്ടു. ദ്വീപിലെത്തിയ അവർ സന്തോഷത്തോടെ അവിടെ താമസമാക്കി. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ദമ്പതികളുമായുള്ള എല്ലാ ബന്ധവും നഷ്ടപ്പെട്ടതിനെ തുടർന്ന് എബ്രഹാമിന്റെ സുഹൃത്തുക്കൾ ആശങ്കാകുലരായി. ഇതേ തുടർന്ന് ഇവരെപ്പറ്റി ദ്വീപിലും പരിസര പ്രദേശത്തും അന്വേഷണങ്ങൾ ഒരുപാട് നടത്തിയെങ്കിലും അവരെ കണ്ടെത്താനായില്ല. അങ്ങനെയിരിക്കെ മറ്റൊരു ദമ്പതികൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ഷാരോൺ റോബർട്ട് ജോർദാൻ എന്നിവർ ഇവിടെ എത്തുന്നു. കടൽ തീരത്തു കൂടി നടക്കുമ്പോൾ കട്ടിയുള്ള കമ്പിൽ ഇറുകിയ ഒരു വലിയ മെറ്റൽ കണ്ടെയ്നർ മിസ്സിസ് ജോർദാൻ കണ്ടെത്തുന്നു. പാത്രത്തിനുള്ളിൽ ഒരു തലയൂട്ടി, നിരവധി അസ്ഥികൾ, ഒരു സ്ത്രീയുടെ വാച്ച് എന്നിവയാണ് ഉണ്ടായിരുന്നത്. എലിനോർ എബ്രഹാമിന്റെ അസ്ഥികൂടമായിരുന്നു അത്. മാൽക്കത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്നുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പാൽമിറ ദ്വീപാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്ന പല ഭയാനകമായ കുറ്റകൃത്യത്തിന്റെയും ഒരേയൊരു സാക്ഷി. ഇന്ന് പ്രേതങ്ങളുടെയും പൈശാചിക ശക്തികളുടെയും വിളനിലം എന്നാണ് പാൽമിറ അറിയപ്പെടുന്നത്. എന്തായാലും ആ ദ്വീപിന്റെ ഘടന കൊണ്ടും പ്രശ്നങ്ങൾ ഒഴിയാത്തതുകൊണ്ടും കടൽ കൊള്ളക്കാരുടെ ആക്രമണത്താലും ആരും താമസിക്കാനില്ലാതെ ശാപങ്ങളും പൈശാചികതയും പേറി പസഫിക്കിന്റെ പുത്രി പാൽമിറ ഇന്നും ജീവിക്കുന്നു. പവേർഡ് ബൈ ജ്യോതിസ്, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.